നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വണ്ണാത്തിമൂല വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പ്രിയദർശിനി കലാകായിക വേദിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിനെ നിയന്ത്രിക്കുന്നത് CPM ക്രിമിനലുകളാണെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. അനുദിനം വർദ്ധിക്കുന്ന വിലക്കയറ്റം കേരളത്തിലെ സാധാരണക്കാരെ ശ്വാസം മുട്ടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാനന്തേരി വണ്ണാത്തുമൂലയിൽ കോൺഗ്രസ് കുടുംബ സംഗമവും പ്രിയദർശിനി കലാകായിക വേദിയുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീരത്തിൽ ആ യുവതിയെ ഇല്ലായ്മ ചെയ്ത ആ ഗോവിന്ദസ്വാമി എന്ന കൊടും കുറ്റവാളി അദ്ദേഹം ഒറ്റക്കയ്യനാണ്. ആ ഒറ്റക്കയ്യിൽ പോലും കണ്ണൂര് സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ അവസരം ഒരുങ്ങി. ഇപ്പൊ ജയിൽ ആരുടെ ഭരണമാണ്? നിയമത്തിന്റെ ഭരണമല്ല. ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സൂപ്രണ്ടിന്റെയും ജയിലിലെ വാർഡന്മാരുടെയും ഭരണമല്ല. അവിടെ കൊലക്കേസ് പ്രതികളായ മാസ്റ്റർമാരുടെ ഭരണമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർക്ക് സ്വൈര്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും കിട്ടും. കഞ്ചാവ് വേണേ കഞ്ചാവ് കിട്ടും, മയക്കുമരുന്ന് വേണേ മയക്കുമരുന്ന് കിട്ടും, മദ്യം വേണേ മദ്യം കിട്ടും, മൊബൈൽ ഫോൺ വേണമെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടും. അങ്ങനെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ജയിൽ പുള്ളികളെ പേടിയാണ്. ജയിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കൊലക്കേസിൽ കാസർഗോഡ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ കൃപേഷിനെയും ശരത്ലാലിനെയും തല വെട്ടിപ്പൊളിച്ച് കൊല്ലാക്കൊല ചെയ്ത ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ആവേശത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് അവരെ ജയിലിലേക്ക് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് C ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KP സാജു മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും നമുക്കൊന്ന് ഒരുമിച്ചിരിക്കുവാനും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള ഒരിടമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പലരും കോൺഗ്രസ് ഓഫീസുകൾ തകർക്കാൻ നോക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലെ കോൺഗ്രസ് ഓഫീസുകൾ, എനിക്ക് തോന്നുന്നു വണ്ണാത്തിമൂലയിലൊക്കെ മുമ്പെയൊക്കെ ഉണ്ടായിരുന്ന ഓഫീസുകളൊക്കെ തകർക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇറ്റാലിപ്പറമ്പിലെ വിവിധ മേഖലകളിൽ പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനാണ് ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട കേരളവും കേന്ദ്രവും ഭരിക്കുന്ന പാർട്ടികൾ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. DCC സെക്രട്ടറി CG തങ്കച്ചൻ, ഫർസീൻ മജീദ്, രാഹുൽ VP, P ബിജു, AK സുധാകരൻ, ഡോക്ടർ ആഷിത അനന്തൻ, OK ഷമീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു ചിത്രം, മോദി അധികാരത്തിൽ വന്ന കാലം മുതൽ ഫ്യൂഡലിസം തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി യത്നിക്കുന്ന ഒരു RSSന്റെ സംവിധാനമാണ് ഇന്ന് രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി ചടങ്ങിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി C മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും ചാമായിൽ റിസ്വാൻ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.